الذين يصلون ما أمر الله به أن يوصل. സ്വർഗീയസ്ഥരായ ആളുകൾക്ക് അല്ലാഹു പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒന്നതാണ് ബന്ധം പുലർത്താൻ അല്ലാഹു തആല കൽപ്പിച്ചവരോട് ബന്ധം പുലർത്തി ജീവിക്കുന്നവർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. നിസ്സാര കാര്യങ്ങളെ കൊണ്ടൊരു പക്ഷേ ബന്ധം പെട്ടെന്ന് തകർന്നു വരും. പക്ഷെ അത് പുതുക്കാനുള്ള കഴിവ്, അതാണ് ഏറ്റവും വലിയ കഴിവ്. ഒരുപക്ഷെ നമുക്ക് അയാളെ ആശ്രയിക്കേണ്ടി വരുമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അയാളിൽ നിന്ന് ഒരു സഹായവും നമുക്ക് ലഭിക്കേണ്ടതുണ്ടാകൂല. പക്ഷെ നമ്മുടെ ഒരു ബന്ധമാണ്. ആ ബന്ധം തകരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് രണ്ട് ലോകവുമാണ്. ഇഹലോകത്തെ പുരോഗതിയും നഷ്ടമാകും, പരലോകത്തെ വിജയവും നഷ്ടമാകും. ഈ ബന്ധം തകരുക, മുറിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഏറ്റവും അധികം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വാക്കുകളിലൂടെയാണ് ഏറ്റവും അധികം ബന്ധം മുറിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല കുടുംബക്കാരോട് പറയുമ്പോഴും കുടുംബക്കാരെ പറ്റി പറയുമ്പോഴും നേര് മാത്രം പറയണമെന്ന് പ്രത്യേകം ഊന്നി പറഞ്ഞത്. വൈദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ. നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും ഫഅദിലു, നേര് പറയണം. വലൗ കാന ദാ ഖുർബാ. രണ്ട് വിവക്ഷകളുണ്ട് അവിടെ. ഒന്ന് കുടുംബക്കാരോടാണെങ്കിലും നുണ പറയരുത്, നേര് പറയണം. സ്വന്തം കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധുവാണ് സഹോദരൻ, സഹോദരി. അടുത്ത കുടുംബം എണ്ണുമ്പോൾ ആദ്യം കടന്നു വരുന്നത് അവരാണ്. സഹോദരി സഹോദരന്മാർ എന്തെങ്കിലും ഒരാവശ്യം നിന്നോട് പറയുമ്പോ നീ സത്യം പറയണം, കളവ് പറയരുത്. കാരണം നിന്റെ സഹോദരനാകുമ്പോ പലപ്പോഴും നീ കൊടുക്കുന്നത് തിരിച്ച് തന്നില്ല എന്ന് വരും. പക്ഷേ അതുകൊണ്ട് നീ നുണ പറയരുത്. നിന്നോടൊരു സഹായം ചോദിച്ചു, സാമ്പത്തിക സഹായം ചോദിച്ചത് വലുതാണ്, അത്രയൊക്കെ കൊടുക്കാൻ നിന്റെ പക്കൽ ഉണ്ടാകും എന്ന് കരുതിയിട്ട് തന്നെയാണ് ചോദ്യം. നീ പറയാനുള്ളത് തുറന്നു പറഞ്ഞേക്കണം. എന്നാലും ഇല്ല എന്ന് നീ കളവ് പറയരുത്. നീ ആ പറയുന്നത് നിന്റെ കുടുംബക്കാരൊരാടാണ് എന്ന ഓർമ്മ വേണം. മറ്റുള്ളവരോട് നീ ഇല്ല എന്ന് പറയും പോലെയല്ല കുടുംബക്കാരനോട് പറയുന്നത്, വ്യത്യാസമുണ്ട്. എന്നെന്നും നിനക്ക് വേണ്ട ബന്ധമാണ് കുടുംബ ബന്ധം. അതുകൊണ്ട് വൈദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ. നീ എന്ത് പറയുമ്പോഴും നേര് പറയണം, കുടുംബക്കാരോടാണെങ്കിലും. മറ്റൊരു ഭാഗം പറയുമ്പോൾ ശരി പറയണം, കുടുംബക്കാരെ പറ്റിയാണെങ്കിലും. നീ പറയുന്നത് കുടുംബക്കാരെ പറ്റിയാണ് മറ്റൊരാളോട് പറയുന്നത്, ശരിയേ പറയാവൂ. കുടുംബക്കാരെ കുറിച്ച് ശരിയല്ലാത്തത് പറയുന്നത് വലിയ പാതകമാണ്, വലിയ അപകടം സൃഷ്ടിക്കും. നീ കാരണം ആ കുടുംബക്കാരന് വരുന്നൊരു നന്മ മുടങ്ങരുത്. നിന്റെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, 16-18 വയസ്സ് പ്രായമെത്തിയൊരു കുട്ടി. അതേപോലെ ഏകദേശം പ്രായത്തോടടുത്തൊരു കുട്ടി നിന്റെ പെങ്ങൾക്കുമുണ്ട്, അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, ആർക്കെങ്കിലും കുട്ടിക്കോ. രണ്ടുപേരും ഏകദേശം ഒരു മാസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. നിന്റെ മനസ്സിൽ ഒരു തോന്നൽ, നിന്റെ വീട്ടിലെ കുട്ടി പുതിയ പെണ്ണായി ഇറങ്ങിയ ശേഷമേ അവിടുന്ന് ഇറങ്ങാവൂ. അന്വേഷണം വരുമ്പോ വഴി തിരിച്ചു വിടരുത്, മുടക്കമുള്ള വാക്ക് പറയരുത്. അങ്ങനെ ഉദാഹരണം പറയുമ്പോൾ ആൾക്കാർക്ക് ആയത്തിന്റെ അർത്ഥമേ മനസ്സിലാണ്. വൈദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ. കുടുംബക്കാരെ പറ്റിയാണ് നിന്നോട് ചോദ്യമെങ്കിലും നേരെ പറയാവൂ, നുണ പറയരുത്. സത്യം മാത്രമേ പറയാവൂ, കള്ളം പറഞ്ഞേക്കരുത്. നിന്റെ സഹോദരന്റെ കുട്ടിക്ക് ഒരു ന്യൂനതയുമില്ല, ഒരു കുറവും ഇല്ല. പക്ഷേ നീ കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് കരുതിയിട്ട് പഠനത്തിൽ വളരെ ബേക്കോട്ടാണ്, പിറകോട്ടാണ്. അതിനേക്കാളും പിറകോട്ടാണ് നിന്റെ മകൾ.
പക്ഷേ നീ അത് മൂടി വച്ചു. കാരണം നിന്റെ പക്കലുള്ളത് പെട്ടെന്ന് ചെലവാകണം. നിന്റെ സഹോദരന്റെ കുട്ടി അതിന് ശേഷം ഇറങ്ങണം. അതെത്ര ആയാലും കുഴപ്പമില്ല. നീ അതിനൊരു ചെറിയ മരുന്ന് അവിടെ ഒഴിച്ചു കൊടുത്തു. പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഒരു നന്മയാണ് അതുകൊണ്ട് മുടങ്ങുന്നത്. അതുകൊണ്ട് സഹോദരാ, കുടുംബക്കാരെ പറ്റിയാണെങ്കിലും ശരി മാത്രം പറയണം. കളവാകുന്നൊരു വർത്തമാനമോ സംശയിക്കപ്പെടുന്നൊരു വാക്കോ നീ പറയരുത്. നിന്റെ വാക്ക് കാരണം നിന്റെ കുടുംബത്തിന് ലഭിക്കുന്നൊരു നന്മയും മുടങ്ങിപ്പോകരുത്. നിന്റെ വാക്ക് കാരണം നിന്റെ കുടുംബത്തിന് ഒരു വലിയ ദുരന്തം കയറി വന്നേക്കരുത്. ശരിയായത് മാത്രമേ പറയാവൂ, കളവായത് ഒന്നും പറയരുത്. നേരായത് മാത്രം പറയണമെന്ന് കുടുംബക്കാരോടാണെങ്കിലും കുടുംബക്കാരെ പറ്റിയാണെങ്കിലും എന്ന് പറയാൻ കാരണം മനുഷ്യബന്ധത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് കുടുംബ ബന്ധം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം ഈ സമൂഹത്തെ സമുദ്ധരിച്ച് ഭാവിയിൽ വരാനിരിക്കുന്ന മുഴുവൻ സംഗതികളും വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നപ്പോൾ ഈ ഉമ്മത്തിനോട് തങ്ങൾ ആവശ്യപ്പെട്ടത്, നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടത് ഒരാവശ്യമാണ്. അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിന് 2 വിവക്ഷകൾ നൽകിയിട്ടുണ്ട്. രണ്ടും ശരിയാണ്, രണ്ടും യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ഈ കഠിനാധ്വാനത്തിന്റെ മേൽ 23 വർഷക്കാലത്തെ പ്രബോധനം മറ്റൊരു നബിമാരും സഹിക്കാത്ത അത്രയും വിഷയങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. മറ്റൊരു നബിയും ലോകത്ത് തരണം ചെയ്യാത്ത പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പ്രത്യുപകാരമായി ചോദിക്കുന്നതൊരു വിഷയമാണ്. കുടുംബത്തിൽ സ്നേഹം പുലർത്തി നിങ്ങൾ ജീവിക്കണം. ഒരു തഫ്സീർ അങ്ങനെയാണ്. നിങ്ങളെ ഓരോരുത്തരുടെയും കുടുംബം അതിന്റെ സ്നേഹം കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. അപ്പൊ സമൂഹം നന്നായി. കുടുംബത്തിൽ എവിടെയെങ്കിലും ഛിദ്രതയുണ്ടോ, സമൂഹത്തിൽ പൊട്ടലും ചീറ്റലും കൂടിക്കൂടി വരും. കുടുംബം വളരെ ഭദ്രമായിട്ടാണോ ഓരോ കുടുംബവും നല്ല സ്നേഹത്തോടെയും അനുസരണത്തോടെയും ബഹുമാനത്തോടെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കൈമാറിയിട്ടാണോ, തകർക്കാൻ കഴിയില്ല. ഒറ്റക്കെട്ടായി കുടുംബത്തെ നിലനിർത്തുന്ന പണിയാണ് 10 വർഷത്തിൽ മദീനത്തിൽ താമസിച്ചപ്പോൾ ആദ്യമായി തങ്ങൾ നിർവഹിച്ചത് അതാണ്. ഏറ്റവും വിശ്രുതമായ 2 കുടുംബങ്ങളാണ് മദീനയിൽ മിക്ക പേരും, ഔസും ഖസ്റജും. ഔസ് ഖസ്റജ് ഒരു ഉപ്പയുടെ 2 മക്കളാണ്. സഅലബ എന്ന് പറയുന്ന ഒരു ഉപ്പയുടെ 2 മക്കളാണത്. പഴയ കാലത്ത് അവർ യമനിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ മദീനയിലേക്ക് മാറ്റി താമസിച്ചു, മാറിപ്പാർത്തു. ആ ഉപ്പയുടെ 2 മക്കൾ 2 ഭാഗങ്ങളായി മാറി. രണ്ടും ഒരു ഉപ്പയുടെ 2 മക്കളല്ലേ. പക്ഷെ അവർക്കിടയിൽ വർഗീയതയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കടന്നുകൂടിയിട്ട് പകപോക്കലിന്റെ വർഷങ്ങളായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ കേട്ടുകൊണ്ടിരുന്ന കഥ. പഴയകാലത്ത് അവർ തമ്മിൽ നടത്തിയ പോരാട്ടങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും. കാരണം അത്രയും നിസ്സാര കാര്യത്തിന്റെ പേരിൽ തെറ്റിയോ എന്നാണ് കേൾക്കുന്ന ആള് ചോദിക്കുക. ചെറിയൊരു വിഷയം ഉണ്ടായപ്പോഴേക്ക് 2 വർഷം 3 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങള്, അക്രമങ്ങൾ 2 ഭാഗത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ തീകളൊക്കെ കെടുത്തി പരസ്പരമുള്ള പകകളൊക്കെ മാറ്റിയിട്ട് അവരെ ഐക്യപ്പെടുത്തിയിട്ട് മനസ്സ് തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിട്ട് അവരെ ഒന്നായി റെഡിയാക്കിയിട്ട് അവർക്ക് ഒറ്റ പേര് വെച്ചു, അൽ അൻസാർ എന്ന് പേര് വെച്ചു. ഈ 2 ഗോത്രമാണ് അതിൽ മുഖ്യമായുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വലിയൊരു അനുഗ്രഹമായി ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹമായിട്ട് അത് എടുത്തു പറഞ്ഞു. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ആരായിരുന്നു പഴയ കാലത്ത്? നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? ഇത് കുന്തും അഅദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ആ ശത്രുത മാറ്റിയിട്ട് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു.
മനസ്സുകൾ തമ്മിൽ ഇണക്കി ചേർത്തിട്ട് നിങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെയായി. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പരിഹാസ്യങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ പലരും മാപ്പ് പറഞ്ഞു. ഇനി മേലാൽ അങ്ങനെ ഉണ്ടാകില്ലെന്ന് തീരുമാനിച്ചു, പൊരുത്തപ്പിടിച്ചു. നന്നായി. ഇടക്കിടക്കൊക്കെ ആ സ്വരങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തച്ച് കെടുത്തും. ഇനി അത് പൊങ്ങരുത് എന്ന് കരുതിയിട്ട്. പലപ്പോഴും അങ്ങനെ വരും. രണ്ട് ചേരിയിൽ നിന്ന് സംസാരമൊക്കെ വരും. 2-3 തവണ അങ്ങനെ തങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ ഒതുക്കി നിർത്തി റെഡിയാക്കി ഐക്യപ്പെടുത്തിയത് ഇനിയും വിള്ളൽ പൊട്ടിച്ചീറ്റാൻ പാടില്ല. ഇനി ആ ഇണക്കത്തോടെ തന്നെ പോകണം. ഒരാളും അതിൽ ബന്ധം മുറിയുന്ന ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത് കണ്ടു. അപ്പൊ തങ്ങളെ കൂടെ ഒരു സഹാബിയുണ്ട് വാഹനത്തിൽ. രണ്ടുപേരും പോയി അവിടെ ഇറങ്ങി ഒരു കൂട്ടം ആളുകൾ നിൽക്കല്ലേ. അവ ഉള്ളിലുണ്ട് ഒരാള്. തങ്ങളെപ്പറ്റി വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും ഒരു ഭാഗികമായ വിശ്വാസത്തോടെ ഇങ്ങനെ നടക്കും. അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സലൂൽ എന്നാണ് അവന്റെ പേര്. അയാൾ ഖസറജ് ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൽമു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാലോ എന്ന് കരുതിയിട്ട്. അപ്പൊ അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സലൂൽ അയാൾ എതിർത്തു. അയാൾ പറഞ്ഞു, ഈ ക്യാമ്പിലേക്ക് ഒന്നും ഓതിത്തരണ്ട, വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോ അവിടെ വെച്ച് വിളമ്പി കൊടുത്താൽ മതി. എങ്ങനെയുണ്ട് വർത്തമാനം? അപ്പൊ മറ്റേ കൂട്ടരപ്പുറത്തുണ്ട് ഔസ് ഗോത്രക്കാര്. അവർ തിരിച്ചു പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞോളൂ, അയാൾ എന്താ ചെയ്യാൻ നമുക്ക് നോക്കാലോ. അതാ രണ്ട് വർത്തമാനം രണ്ട് ശൈലിയിലൂടെ പോകുന്നത്. നിങ്ങളിവിടെ പറയൂല എന്നൊരു കൂട്ടര് പറയണം. എന്താ പറഞ്ഞു എഴുതിയിട്ട്? തങ്ങളെ അള്ളാഹു തആല ഇൽമു പഠിപ്പിക്കാനല്ലേ തങ്ങളെ അള്ളാഹു നിയോഗിച്ചത്. അതിന് സ്ഥലവും പരിധിയും സമയമൊക്കെ ഉണ്ടോ? തങ്ങൾക്ക് പറയാലോ. രണ്ടു കൂട്ടരും ഇങ്ങനെ വാക്കേറ്റം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഞാൻ കാരണമായിട്ട് തെറ്റരുത്. ഞാനിവിടെ വന്ന് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളൊരു കൂട്ടരെ തെറ്റരുത്, ഒരു കൂട്ടരെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ഞാൻ വന്ന വഴിക്ക് പോയിക്കോളാം, ഞാൻ കാരണം നിങ്ങൾ പിണങ്ങരുത്. നിങ്ങൾ നേരത്തെ എന്ത് ചർച്ചയിലാണോ ആ ചർച്ച തുടർന്നുള്ളൂ, ഞാൻ പോകാമെന്നും പറഞ്ഞു തങ്ങൾ വന്നു. എന്താ തങ്ങൾ ഉദ്ദേശിച്ചത്? മസ്ലഹത്താണ് ഉദ്ദേശിച്ചത്, നന്മ. ഞാൻ കാരണം അവരുടെ കുടുംബത്തിന് ഒരു നിലക്കും വിള്ളൽ വരാൻ പാടില്ല. പിന്നെ ശക്തമായ ഭാഷയിൽ ഉണ്ടായി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ മുനാഫിഖുകൾ അപവാദ പ്രചരണം തൊടുത്തുവിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് സ്വഹാബത്തിനെ മൊത്തം ഒരുമിച്ച് കൂട്ടി എല്ലാവരോടും വരാൻ പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്, സുദീർഘമായ ഹദീസാണ്. ഞാൻ വിഷയത്തിന്റെ കാതൽ മാത്രം പറയാം. എല്ലാവരും വന്ന് പള്ളിയിൽ നിറഞ്ഞിരുന്നു. ഔസ് ഗോത്രക്കാരിൽപ്പെട്ട ഒരു നേതാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ, തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആള് ഞങ്ങളെ കൂട്ടത്തിലാണെങ്കിൽ തങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്തേക്കും. ഞങ്ങളെ സഹോദരന്മാരായ ഖസ്റജ് ഗോത്രക്കാരെ കൂട്ടത്തിലാണെങ്കിൽ ആളെ കാണിച്ചു തന്നാൽ മതി, ഞങ്ങളവന്റെ കഥ കഴിക്കും. അപ്പൊ ഖസ്റജ് ഗോത്രത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യൂല, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങളൊന്നും ചെയ്യൂല. അവര് കുടുംബം എന്ന നിലയ്ക്ക് രണ്ട് ചേരിയായി തിരിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് പരസ്പരം വാഗ്വാദം നടത്താനല്ല നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ഈ വിഷയത്തെപ്പറ്റി എന്ത് തീരുമാനം ഞാൻ എടുക്കണമെന്നും അറിയാനല്ല വിളിച്ചു വരുത്തിയത്. പക്ഷേ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ വർത്തിക്കണം, സഹനത്തോടെ കാത്തു നിൽക്കണം. ഞാൻ കാരണമായിട്ട് നിങ്ങൾ പക്ഷം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിണങ്ങരുത്. വലിയ വാക്കേറ്റത്തിന് തുടക്കം കുറിച്ചപ്പോഴേക്ക് എന്നെ തങ്ങളത് തച്ച് കെടുത്തി, മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. ആ രണ്ട് ഗോത്രക്കാരെയും ഐക്യപ്പെടുത്തി ഇണക്കി ചേർത്ത് കോർത്തുകൊണ്ട് നടന്നത് ഏറ്റവും വലിയൊരു ചർച്ചയായി രാജാക്കന്മാർക്കിടയിൽ. കാരണം ഔസും ഖസ്റജും തമ്മിലടിച്ച കാലത്തുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും കലഹങ്ങളും വാഗ്വാദങ്ങളും വലിയ ചർച്ചയായിട്ട് തന്നെ ലോകത്ത് നിലനിന്നിരുന്നു. അത് മുഴുവനും അവസാനിപ്പിച്ച് ഒരാള് മറ്റൊരാളെ കാണുമ്പോ നോക്കുകയും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുകയും കൈകൊടുക്കുകയും
കൈകൊടുത്തു മുസാഫഹത്ത് ചെയ്യുകയും സലാം പറയുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരേ വീട്ടിൽ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങുകയും ഒരേ വീട്ടിൽ രണ്ടുപേരും കയറി താമസിക്കുകയും ഇങ്ങനൊരു വലിയ മാറ്റം കണ്ടപ്പോഴേക്ക് പരിസരത്തുള്ള ആളുകൾ മുഴുവനും ചിന്തിച്ചു, വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വരുത്തിയ ഏറ്റവും വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനം ഈ കുടുംബത്തിന്റെ ഐക്യമാണ്. നമ്മളോട് തങ്ങൾ ആവശ്യപ്പെട്ടൊരാവശ്യം അതാണ്, കുടുംബം എന്ന നിലക്കുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കണം. രണ്ടാമത്തൊരു വിവക്ഷയുള്ളത് എന്റെ കുടുംബക്കാരെ നിങ്ങൾ സ്നേഹിക്കണമെന്നാണ്. അങ്ങനെയും ഒരർത്ഥം ആ ആയത്തിനുണ്ട്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, കുടുംബം നോക്കുമ്പോ ഏറ്റവും പരിശുദ്ധിയുള്ള കുടുംബം നിങ്ങളുടെ കുടുംബമല്ല, എന്റെ കുടുംബമാണ്. അതുകൊണ്ട് എന്റെ കുടുംബത്തെ നന്നായി വേറിട്ട രീതിയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇരിക്കട്ടെ, ആദ്യത്തെ തഫ്സീർ അനുസരിച്ച് നമ്മുടെ കുടുംബങ്ങൾക്കിടയിലുള്ള സ്നേഹം നിലനിർത്തണം. ഏറ്റവും അധികം കുടുംബത്തിൽ വിള്ളൽ വരുന്നത് വാക്കുകളെ കൊണ്ടാണ്. വാക്കുകൾ സൂക്ഷിക്കണം, നിയന്ത്രിക്കണം, സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മുടെ വാക്ക് ഒരു കുടുംബം മുറിയാനും തകരാനും കാരണമായേക്കരുത്. നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. കുടുംബക്കാരുമായി സംസാരിക്കുമ്പോ സംബന്ധിക്കുമ്പോ അവർക്കിടയിലുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടാകണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ചില്ലറ പ്രശ്നങ്ങളുടെ മേൽ പിണക്കമുണ്ടായാൽ, അങ്ങനെ ബന്ധം മുറിഞ്ഞുപോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചെറിയ നഷ്ടമല്ല, ദുനിയാവിൽ അനുഭവിക്കുന്ന ചെറിയ നഷ്ടമല്ല, ആഖിറത്തിൽ അനുഭവിക്കുന്നതും ചെറിയ നഷ്ടമല്ല, വലിയ നഷ്ടമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ എതിർപ്പ് നേരിട്ടത് കുടുംബത്തിൽ നിന്നാണ്. പക്ഷേ ആ കുടുംബക്കാർക്ക് മുഴുവനും അവിടുന്ന് മാപ്പ് നൽകി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു ഒരു ദിവസം, ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ ഉഹദ്, ഉഹദിനെക്കാളും പ്രതിസന്ധിയുള്ള വല്ല ദിനവും തങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ നബിയേ? ഉഹദ് ഏറ്റവും പ്രതിസന്ധി പൂർണ്ണമായ ദിവസമാണ്. അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം ഉറ്റി വീണ് സ്വഹാബത്ത് പലരും തുടച്ചു നീക്കിയിട്ടും രക്തം നിലക്കാതെയായപ്പോ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഈത്തപ്പനയുടെ ഒരു പായയുടെ കഷ്ണം എടുത്തിട്ട് അത് കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് നെറ്റിയിൽ പതിച്ചപ്പോഴാണ് രക്തം നിലച്ചുപോയത്. ആ മണ്ണിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം മിറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിയത് ഉഹദിലാണ്. അവിടുത്തെ കൈവിരലിൽ നിന്ന് രക്തം മിറ്റി വീണത് ഉഹദിലാണ്. ഹൽ അന്തി ഇല്ലാ ഇസ്ബഇൻ ദമീതി വഫീ സബീലില്ലാഹി മാലഖീതി. അല്ലാഹുവിന്റെ മാർഗത്തിലല്ലേ ഈ വിരൽ തുമ്പിൽ നിന്ന് രക്തം പൊടിഞ്ഞത്. വിഷയമാക്കേണ്ടതില്ലല്ലോ, പ്രശ്നമാക്കേണ്ടതില്ലല്ലോ. സ്വന്തം വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞല്ലോ, ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാലഖീതി. സ്വന്തം ആവശ്യത്തിന് വേണ്ടി രക്തം പൊടിഞ്ഞതല്ലല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തൃപ്തിയിലായിട്ടല്ലേ രക്തം പൊടിഞ്ഞത്. വിഷയമാക്കേണ്ടതില്ല. സ്വന്തം ശരീരത്തെ തങ്ങൾ ആശ്വസിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് തങ്ങൾ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്നൊരു സമയം കൂടിയാണ് ഉഹദ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സഹായിയായിരുന്ന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഉഹദിന്റെ രണഭൂമിയിലാണ്. ഒരുപാട് നഷ്ടങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, ഉഹദിനെക്കാളും പ്രതിസന്ധിയുള്ള വല്ല ദിനവും വന്നിട്ടുണ്ടോ നബിയേ? ഉഹദ് അനുഭവിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുള്ളതാണ്.
സ്വന്തം ശരീരത്തിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും നോക്കുമ്പോ വലിയ സങ്കടകരമായ അവസ്ഥകൾ ഉഹുദിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട് ആയിഷ, ഉഹുദല്ല എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള ദിവസം, ഉഹുദിനെക്കാളും കാഠിന്യമുള്ള ദിവസം ഉണ്ട്. ഏതാ നബി ആ ദിവസം? എനിക്കേറ്റവും താങ്ങും തണലുമായിരുന്ന, എന്നെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചിരുന്ന എൻ്റെ മൂത്താപ്പ അബൂ ത്വാലിബും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ എൻ്റെ പ്രാണപ്രേയസിയായിരുന്ന സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും വിടവാങ്ങിയത്. രണ്ടുപേരും വിടവാങ്ങിയപ്പോൾ എൻ്റെ കുടുംബം എന്ന നിലക്ക്, ഞാൻ അടുത്ത കുടുംബമല്ലെങ്കിലും കുടുംബ ബന്ധം എന്ന നിലക്ക് ഞാൻ ത്വായിഫിന്റെ ഭൂമിയിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെയുണ്ട് റബീഅത്തിന്റെ 2 മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട്. അവരെന്റെ ബന്ധുക്കളാ. ഒരു സഹായവും ഒത്താശയും പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ കൂടെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്നെ കണ്ട മാത്രയിൽ ചെറിയ കുട്ടികളെ പ്രേരിപ്പിച്ചു കല്ലെടുത്തെറിയാൻ. ഭ്രാന്തന്മാരെ കൊണ്ട് കൂക്കി വിളിപ്പിച്ചു. സുഖമില്ലാത്ത 2 ആളുകളാണ്, മക്കയിൽ നിന്നിങ്ങോട്ട് വന്നവരാണ്. എന്നെ കൂക്കി വിളിപ്പിച്ചു, എന്നെ ആട്ടി ഓടിക്കുന്ന ശൈലിയുണ്ടാക്കി. എൻ്റെ ശരീരത്തിൽ കല്ലുകളെ കൊണ്ട് ഏറുകിട്ടി. എൻ്റെ പാദങ്ങളിൽ നിന്ന് രക്തം ഉറ്റി വീഴാൻ തുടങ്ങി. എൻ്റെ കൂടെയുള്ള സെയ്ദ് ഇബ്നു ഹാരിസയുടെ തലക്ക് ഏറ് വന്നു. തല പൊട്ടിയപ്പോൾ സെയ്ദിനോട് ഞാൻ പറഞ്ഞു, സെയ്ദേ, എന്നെ കാത്തു നിൽക്കാതെ നിങ്ങൾ മക്കയിലേക്ക് പോകണം. ഞാൻ വരുന്നത് നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങൾ മക്കയിലേക്ക്, ജനങ്ങൾ കാണാത്ത വഴിയിലൂടെ മക്കയിലെത്തണം. അവിടെ എത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. അവിടെ മക്കളുണ്ടല്ലോ, സൈനബ് ബീവി റളിയല്ലാഹു അൻഹയും മറ്റുമൊക്കെയുണ്ടല്ലോ. അവരിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയിട്ട് നിങ്ങളെ തലക്ക് നിങ്ങൾ ചികിത്സിക്കണം. വലിയ മുറിവല്ലേ തലക്ക് പറ്റിയത്. ഞാൻ മക്കയിലേക്ക് വന്നുകൊള്ളും, നിങ്ങൾ എന്നെ കാത്തിരിക്കരുത്. എൻ്റെ കുടുംബം എന്നെ ആ രൂപത്തിൽ ആട്ടിയോടിക്കുന്ന ആ ഒരു ദിവസം എനിക്ക് ഏറ്റവും സങ്കടം നിറഞ്ഞ ദിവസമാണ്. സ്വന്തക്കാരല്ലേ കുട്ടികളെ വിളിച്ചിട്ട് കല്ലെറിയിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ പതുക്കെ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കുടുംബക്കാരുടെ തന്നെ തോട്ടത്തിലേക്ക് കയറിയിരുന്നു. അവിടുത്തെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇരുന്നപ്പോ എന്റെ ഇരുത്തം കണ്ടിട്ട് അവർക്ക് സഹതാപം തോന്നിയിട്ടാണ് റബീഅത്തിന്റെ 2 മക്കൾ അവരുടെ ഭൃത്യൻ അദ്ദാസിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ അല്പം മുന്തിരി കൊടുത്തു വിട്ടത്. അവരെന്നെ ആട്ടിയോടിച്ചതും കൂക്കി വിളിച്ചതും എനിക്ക് ഏറ്റവും വലിയ സങ്കടമായി പോയി. എൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന്, എൻ്റെ മൂത്താപ്പയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒത്താശ ചെയ്യേണ്ട എൻ്റെ കുടുംബം, എനിക്ക് കാവൽ നിൽക്കേണ്ടവർ, എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യേണ്ടവർ എന്നെ സ്വീകരിക്കുന്നതിന് പകരം കല്ലെടുത്ത് എന്നെ എറിഞ്ഞ രൂപത്തിൽ എൻ്റെ കാലിലേക്ക് തുരുതുരായി എറിഞ്ഞ് ഞാൻ തിരിച്ചു പോകാനുള്ള പണിയാണ് അവരെടുത്തത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് ആ ദിവസമാണ്. ആയിഷ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ ചിത്രങ്ങൾ വരക്കണം. നിങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പോറലേറ്റിട്ടുണ്ടാകും. വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും. ശേഷം ഇനി പറയാൻ പോകുന്ന പോയിന്റിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം, ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതിന് വേണ്ടി. എൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ ഞാനും സ്വീകരിക്കേണ്ടത് അതേ ശൈലി തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും ഉദാത്തമായൊരു മാർഗതാണ്. എന്താണ് ആ മാർഗം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയി ഇരിക്കുമ്പോൾ അദ്ദാസ് വരുന്നതിന്റെ മുമ്പ്, പാത്രവുമായിട്ട് മുന്തിരിക്കൊലയുമായിട്ട് അദ്ദാസ് വരുന്നതിന്റെ മുമ്പ് ഇറങ്ങി വന്നു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. വന്നിട്ട് ചോദിച്ചു, മുത്തുനബിയെ, ഇന്നല്ലാഹ ബഅസനി ഇലൈക, അല്ലാഹു തആല തങ്ങളിലേക്ക് എന്നെ അയച്ചത് ബിമലക്കിൽ ജിബാൽ. അതാ അപ്പുറത്തും ഇപ്പുറത്തും 2 വിശാലമായ 2 പർവ്വതങ്ങൾ, അതിൻ്റെ ആധിപത്യമുള്ള അധികാരമുള്ള മലക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തങ്ങൾ ഒറ്റ സമ്മതം മതി, ഒരു വാക്ക്, നഅം എന്നൊരു വാക്ക്, ഒരു 3 അക്ഷരം മതി.
ആ രണ്ട് പർവ്വതങ്ങളും ഒന്ന് കൂട്ടിവെച്ചാൽ പിന്നെ ത്വായിഫ് എന്ന് പറയുന്ന നഗരമില്ല. ത്വായിഫ് എന്ന് പറയുന്ന നാട് പിന്നെ കാണാനുണ്ടാകൂല. ഒന്ന് പൊക്കിയെടുത്തിട്ട് ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് തള്ളിയിട്ടാൽ മതി. അതിനാ ഒരു മലക്ക് മതി, കൂടുതൽ ആളുകളൊന്നും വേണ്ട. തങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ക്ഷീണിച്ചിരിക്കാൻ, ആ സുന്ദരമായ പാദത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വലിയ സങ്കടമാ സഹോദരങ്ങളെ, എത്ര വലിയ സങ്കടമാണ്. സഹിക്കാൻ പറ്റുമോ അത്? കാലിൻ്റെ തള്ളവരല്, ഹിജ്റ പോകുന്ന സമയത്ത് തള്ളവരലിൻ്റെ ഒരു ഭാഗത്തിങ്ങനെ വരതിയിട്ട് ഒരു ചെറിയ പരിക്കൊരു മുറിവേറ്റപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തങ്ങളെക്കാളും 2 വയസ്സ് കുറവാണ് സിദ്ദീഖ് തങ്ങൾക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് തോളിലേക്ക് വെച്ചു. ഒരു കുഞ്ഞിനെ വെക്കും പോലെ സ്നേഹത്തോടെ തോളിലേക്ക് വെച്ചു. അല്പൊന്ന് നബിയെ നമുക്ക് വിശ്രമിച്ചിട്ട് പോകാം. നല്ല ഒരു പാറയുടെ ചുവട്ടിൽ മുണ്ട് വിരിച്ച് വിരിപ്പ് വിരിച്ച് ഒരു കുട്ടിയെ ഉമ്മ കടത്തും പോലെ, ഉപ്പ കൊണ്ടുപോയി ആശ്വാസത്തോടെ കിടത്തും പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങിക്കിടത്തി ഒരു പാറയുടെ ചുവട്ടിൽ ഒന്ന് വിശ്രമിച്ചിട്ട് യാത്രയാകാം നബിയെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിച്ചില്ല, ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളവിരൽ രക്തത്തിന്റെ ഒരു പാട് കണ്ടപ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ താങ്ങിയെടുത്തു. സഹിക്കാൻ പറ്റുമോ അവിടുത്തെ പാദത്തിൽ നിന്ന് രക്തമുറ്റിയത്? സഹിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? സമൂഹത്തിന് സഹിക്കാൻ പറ്റുമോ? ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടായിട്ടല്ലേ അല്ലാഹു തആല സ്നേഹത്തോടെ മലക്കിനെ പറഞ്ഞയച്ചത്. ഒന്നവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ തരിപ്പണമാക്കി കളയാം. പക്ഷേ അവിടുത്തെ സ്നേഹ സമീപനമാണ് നമ്മൾ പഠിക്കേണ്ടത്. എൻ്റെ കുടുംബമാണല്ലോ, വേണ്ട ജിബ്രീൽ വേണ്ട. അവരെന്നെ ആട്ടിയോടിച്ചതും കൂക്കി വിളിപ്പിച്ചതും സ്വന്തം ചെയ്യാൻ അവർ മടിച്ചിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചതും അവരെൻ്റെ കുടുംബക്കാരായത് കൊണ്ട് തന്നെയാണ്. അവർക്കറിവില്ലല്ലോ, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അവരറിവില്ലാത്തവരല്ലേ, പുറത്തു കൊടുക്കണം അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം. അർജു അൻ യഖ്റുജ മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു. തലമുറകൾ എത്രയോ കഴിയുമ്പോ ഇവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരാള്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. എനിക്കതാണ് വേണ്ടത്. പകപോക്കുന്ന സ്വഭാവം എനിക്കില്ല, പകരത്തിന് പകരം കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല. വിട്ടുവീഴ്ചയാ തങ്ങൾ കാണിച്ചത്, വിട്ടുവീഴ്ച മനോഭാവമാ തങ്ങൾ കാണിച്ചത്. പകരം വീട്ടാൻ ഒരു 3 അക്ഷരം മതി സഹോദരങ്ങളെ. ഒരു 3 അക്ഷരം, നഅം എന്നൊരു 3 വാക്ക്, 3 അക്ഷരം ഒരുമിച്ചുകൂടി ഒരു വാക്ക് മതി. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിക്കുന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാനസികമായി വരുന്നൊരു പ്രയാസം, ആ പ്രയാസം നികത്തുന്നതിന് സൃഷ്ടികളെക്കാൾ കൂടുതൽ പെട്ടെന്നതിന് പരിപാടി, അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഒരുക്കി തരുന്നവനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേ നിലക്ക് ഏറ്റവും അധികം മഹബ്ബത്ത് കൊടുത്ത് തൃപ്തിപ്പെടുന്ന യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല. ഒരു വാക്ക് തങ്ങളെപ്പറ്റി പറയുമ്പോഴേക്ക് മറുപടി പറയുന്ന അല്ലാഹു തആലാന്റെ ശൈലിയല്ലേ, പതിവല്ലേ? സമൂഹത്തിൽ ആരെങ്കിലും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരു വാക്ക് പറയുമ്പോൾ അല്ലാഹു തആല മറുപടി പറയാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് നോക്ക് നിങ്ങൾ, ഒന്ന്, ഏതെങ്കിലും ഒന്ന്. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, മക്കയിലുള്ള ആളുകൾ തങ്ങളോട് ലസ്ത മുർസലൻ, തങ്ങൾ മുർസലൊന്നല്ല എന്ന് പറഞ്ഞു. അല്ലാഹു തആല എങ്ങനെയാ പ്രതികരിച്ചത്? ബാക്കിയുള്ള അമ്പിയാക്കളോടൊക്കെ മുർസലല്ല എന്ന് പറയുമ്പോൾ ഞാൻ മുർസലാണ് എന്ന് അവരങ്ങ് പറയല. ഞാൻ മുർസലാണ്, അല്ലാഹ് എന്നെ അയച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കണം.
ഇത് അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. വൽ ഖുർആനിൽ ഹകീം, തിരുത്തപ്പെടാതെ എന്നും അതിന്റെ ഭദ്രതയിൽ നിലനിൽക്കുന്ന ഖുർആനില്ലേ, ആ ഖുർആൻ തന്നെയാണ് സാക്ഷ്യം. ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ട ആള് തന്നെയാണ്. ആരും അതിൽ സംശയിക്കരുത്, ആരും അത് നിഷേധിക്കരുത്. എത്ര ആണയിട്ട് എത്ര താക്കീതോടെയാണ് അല്ലാഹു തആല പറഞ്ഞത്. അതൊക്കെ എന്തോ ബുദ്ധിക്ക് കുറവുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ സമൂഹം പറഞ്ഞ പറച്ചില് ദൃഷ്ടാന്തങ്ങളുമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോ സമൂഹം പറഞ്ഞതിന് മറുപടിയാ ഇന്നാ ലനറാക ഫീ സഫാഹ വ ഇന്നാ ലനദുന്നുക മിനൽ കാദിബീൻ റബ്ബിൽ ആലമീൻ. എനിക്കൊരു ബുദ്ധിക്കുറവുമില്ല, ഞാനൊരു പോയത്തക്കാരനുമല്ല, ഞാനൊരു പൊട്ടനുമല്ല. വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്നുള്ള ദൂതനാണ്, റസൂലാണ് ഞാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും ഒന്ന് എതിർത്താൽ ഉടനെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നു. സ്വകാര്യമായിട്ട് മരിച്ചുപോയ പരമ്പരയൊന്നുമില്ല, മക്കളൊന്നുമില്ലല്ലോ, ആൺകുട്ടികളൊക്കെ നേരത്തെ മരിച്ചുപോയില്ലേ, ആ അബുത്തറിനോടാണ് ഞാൻ സംസാരിച്ചത്. കാതോരം പറഞ്ഞ സ്വകാര്യമാണ്. അള്ളാഹു എങ്ങനെ മറുപടി പറഞ്ഞു? ചെറിയ മറുപടിയാണോ? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, തങ്ങൾക്ക് നാം ധാരാളം സന്താനങ്ങളെ തന്നിരിക്കുന്നു. തങ്ങൾക്ക് തന്ന സന്താന പരമ്പര പോലെ ലോകത്തൊരാൾക്കും സന്താന പരമ്പര നാം നൽകിയിട്ടില്ല. ഇന്നാ അഅതൈനാകൽ കൗസർ, ഏറ്റവും അധികം സന്താന പരമ്പരകൾ വ്യത്യസ്ത ഉപ്പമാരിലൂടെ പിതാക്കളിലൂടെ അറിയപ്പെടുന്ന സയ്യിദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില്ലേ. അവിടുത്തെ മസ്ജിദുൽ അഖ്സയിലെ ഇമാം, ജനങ്ങൾ വിളിക്കുന്ന പേരാ ഇമാം മഹ്ദി. ഒറിജിനൽ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു ഇസ്മി ഇസ്മുഹു, എൻ്റെ പേര് തന്നെയാണ് അവരുടെ പേര്, എൻ്റെ ഉപ്പാന്റെ പേരാണ് അവരുടെ ഉപ്പാന്റെ പേര്, അതാണ് പേര്. മറ്റേത് ആളുകൾ വിളിക്കുന്ന പേരാണ് ഇമാം മഹ്ദി എന്ന്. ആ വലിയ ഇമാം, എത്രയാണ് ആ ഇമാമിന്റെ അംഗീകാരം നോക്ക് നിങ്ങൾ. മസീഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം സുബഹിക്ക് ഭൂമിയിൽ വന്നിറങ്ങുമ്പോൾ മസ്ജിദുൽ അഖ്സയിൽ വാങ്ക് കൊടുത്ത് തീരുന്ന നേരത്ത് ജനങ്ങൾ വന്നിട്ട് മഹ്ദി ഇമാമിനോടും അവിടെയുള്ള ആളുകളോടും പറയും ഈസാ നബി അലൈഹി സ്വലാം എത്തിയിട്ടുണ്ട്, ദാ ഡമസ്കസിലെ വെള്ള വിനാരത്തിലൂടെ താഴോട്ട് വന്നിട്ടുണ്ട്, മലക്കുകളുടെ സംരക്ഷണത്തിനായി ഭൂമിയിലെത്തിയിട്ടുണ്ട്. മഹ്ദി ഇമാമിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കാൻ പോകും. സ്വീകരിച്ച ആദ്യമായി ഈസാ നബി അലൈഹി സ്വലാമിന്റെ മസ്ജിദുൽ അഖ്സയിലേക്കാണ് സുബഹി നിസ്കാരത്തിൽ. ഇഖാമത്ത് കൊടുക്കും. ഈസാ നബി അലൈഹി സ്വലാം പറയും ഒന്ന് ഇമാമായി നിന്നാൽ, നിങ്ങളൊന്ന് ഇമാമായി നിൽക്കണമെന്ന് പറയുമ്പോൾ ഇമാം മഹ്ദിയെയാണ് ഈസാ നബി അലൈഹി സ്വലാം മുന്തിക്കുന്നത്, നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കുക. ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കീഴിൽ നിന്നിട്ടാണ് സുബഹി നിസ്കാരം ആദ്യമായി നിർവഹിക്കുന്നത്. ചെറിയ ബഹുമതിയാണോ സഹോദരങ്ങളെ അത്? അവരെ കാണാനൊക്കെ നമ്മളുണ്ടാകുമോ എന്നറിയില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അത്ര ദീർഘായുസ്സൊന്നും നമുക്ക് ഉണ്ടാകുമെന്നറിയില്ല. ഏതായാലും വല്ലാത്തൊരു അനുഭവമായിരിക്കുന്നു. ഭൂമിയിൽ ഏറ്റവും നല്ല ഖൈറുള്ള കാലമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സുദീർഘമായി ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ വരവിനെ കുറിച്ച്. നല്ല സന്തോഷമുള്ള കാലാണ്. ഇരിക്കട്ടെ, അത്രയും മക്കൾ നീണ്ടു നിൽക്കുന്ന സന്താന പരമ്പര ലോകത്തുണ്ട്. സയ്യിദന്മാരൊക്കെ മുറിഞ്ഞുപോയി, അവരൊന്നും ഇനി ഇല്ലാന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. നന്നായി പഠിച്ചാൽ മതി, അള്ളാഹു ഇൽമേറ്റി കൊടുക്കട്ടെ. നമുക്ക് അത്രയും അതിൽ പറയാനുള്ളൂ, വേറൊന്നും പറയാനൊന്നുമില്ല. അള്ളാഹു അവർക്ക് ഹിദായത്ത് ഏറ്റി കൊടുക്കട്ടെ. പഠിക്കാത്തതിൻ്റെ കുറവായിരിക്കും, അല്ല എന്ത് പറയാനാ? നേർക്കേറെ പഠിച്ചാൽ അങ്ങനെ പറയില്ലല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതോടുകൂടി ആ പരമ്പര മുറിഞ്ഞു? ഇല്ല, മുറിഞ്ഞിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാകുമ്പോൾ അവിടുത്തെ മക്കളിൽ ടെന്റിൽ വിശ്രമിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ബാപ്പാന്റെ പേരെന്നെ മോനിട്ടതാണ്, ഉപ്പാനൊന്ന് അനുസ്മരിക്കാൻ വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ വിശുദ്ധനായ മഹാൻ. സന്താന പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട്, അത് നിലച്ചിട്ടില്ല. ശരിയായ നിലക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാതോരം വിമർശിച്ചിട്ട് പോലും അള്ളാഹു വിട്ടിട്ടില്ല, വിടുകയില്ല. അള്ളാഹുവിന്റെ മഹബത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ചോദ്യം, സ്വന്തക്കാര് കുടുംബക്കാര് കല്ലെടുത്തെറിഞ്ഞിട്ടും
കുടുംബക്കാരാണെങ്കിലും ശരി എൻ്റെ ഹബീബിനെ വിഷമിപ്പിച്ചോ, അവരെന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവിടുത്തെ സമ്മതമുണ്ടെങ്കിൽ അല്ലാഹു തആല അതിന് സമ്മതം തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടാന്നല്ലേ പറഞ്ഞത്? വിട്ടുവീഴ്ചയാണ് തങ്ങൾ ചെയ്തത്. കുടുംബത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തങ്ങൾ അവധാനതയോടെ സഹനത്തോടെ തങ്ങൾ നേരിട്ടു, ക്ഷമാപൂർവം നേരിട്ടു. വിട്ടുവീഴ്ചയാണ് തങ്ങൾ അവർക്ക് നൽകിയത്. ലോകം എന്നും പഠിക്കുന്ന ചരിത്രത്തിൽ ഇപ്പോഴും അത് വലിയ മാതൃകയാണ്. കുടുംബക്കാരെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമം ചെറിയ അക്രമമല്ലല്ലോ, സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ തങ്ങൾ അവിടെ വിട്ടുവീഴ്ചയുടെ മനോഭാവമാണ് സ്വീകരിച്ചത്. നമുക്കും ലോകത്ത് പഠിക്കാനുള്ളതും ചെയ്യാനുള്ളതും അതാണ്. കുടുംബക്കാരിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ എതിർപ്പ് വരുമ്പോ അത് ആളിക്കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകരുത്. വിട്ടുവീഴ്ച ചെയ്തിട്ട് മാപ്പ് കൊടുത്തിട്ട് മസ്ലഹത്തിന് വേണ്ടി നന്നാകാനുള്ള ശ്രമം വേണം. അതിനത്രയും കട്ടിയാർന്ന ഈമാന് വേണം. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാനിത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർക്കൊക്കെ അനുഭവിച്ച വിഷമങ്ങൾ അത്രയും വലുതായിട്ടും മാപ്പ് കൊടുത്തെങ്കിൽ നമുക്കുള്ളത് എത്രയോ ചെറുതാണ്, നിസ്സാരമാണ്. പക്ഷേ നമ്മളത് പർവ്വതീകരിക്കുകയാണ്. ചെറിയൊരു കാര്യം അത് വികസിപ്പിച്ച് പടലപ്പിണക്കങ്ങളാണ്. പിന്നെ അന്യോന്യം സഹകരണമല്ല, ഒന്നുമില്ല, ബന്ധമില്ല. മരിച്ചാ പോലും ചില ആളുകൾ വരൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്രയും കടികട്ടിയുള്ള കുടില മനസ്സ്, വല്ലാത്ത മനസ്സാണത്. കുടുംബബന്ധം ശരിയായ നിലക്ക് കാത്തു സൂക്ഷിച്ചാലേ വല്ലാത്ത സുഖം അതുകൊണ്ട് കിട്ടും.